BK ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് വെട്ടേട് പള്ളിയിലാണ് കേട്ടോ. അപ്പോൾ വെട്ടേട് പള്ളിയിൽ വരാനുള്ള കാരണമുണ്ട്. എന്തെന്നറിയോ, പൊന്നൂസിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ ആഴ്ചയായിരുന്നു. അപ്പോൾ പൊന്നൂസിനെ അന്ന് ഒരിടത്തും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് പൊന്നൂസിൻ്റെ ഇഷ്ടപ്രകാരമാണ് നമ്മളിന്ന് വെട്ടേട് പള്ളിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പം തന്നെ സമയം രാത്രി 9 മണിയായിട്ടുണ്ട്. അപ്പോൾ പള്ളിയും പരിസരമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാനും ജസ്റ്റ് ഒന്ന് കുറച്ച് പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ടാണ് ഇന്ന് പള്ളിയിലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പള്ളിയിലോട്ടുള്ള കാഴ്ചകളിലോട്ടും മറ്റ് വിശേഷങ്ങളിലോട്ടൊക്കെ പോവാം. ഓക്കേ. അപ്പോൾ എല്ലാ ദിവസത്തെയും പോലെ തന്നെയാണ് ഇന്നും നമ്മുടെ ഓട്ടോറിക്ഷയിലാണ് നമ്മൾ വെട്ടുകാട് പള്ളിയിൽ പോകുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മൾ അട്ടക്കുളങ്ങര ജംഗ്ഷനിൽ നിന്ന് നേരെ ഈഞ്ചക്കൽ ബൈപ്പാസ് കയറിയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാത്രി അതായത് ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ സമയം. അപ്പോൾ അധികം തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല ആസ്വദിച്ച് നല്ല മൂടായിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് പോകാൻ പറ്റുന്ന, സമാധാനപരമായി വണ്ടിയൊക്കെ ഓടിച്ച് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് നമുക്കിപ്പോൾ ഈ സമയത്തൊക്കെ. അങ്ങനെ ഞങ്ങൾ വെട്ടുകാട് പള്ളിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷ ഒരു സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ പള്ളിയിലോട്ട് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ അധികം തിരക്കുകൾ കാര്യങ്ങളൊന്നുമില്ല. കുറച്ചുകൂടെ നേരത്തെ വന്നെങ്കിൽ ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ വെട്ടുകാട് പള്ളി എന്ന് പറയുന്നത് കേട്ടോ. ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു പള്ളിയാണ്, വലിയൊരു പള്ളിയാണ്. ശരിക്കും ഇത് പുറത്തു നിന്ന് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഭംഗിയാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ പള്ളിയുടെ വേറൊരു പ്രത്യേകതയാണ്, ഈ പള്ളിയുടെ ഒരു സൈഡ് കടലാണ്. അങ്ങനെ കടൽക്കരയിലിരിക്കുന്ന ഒരു വലിയൊരു മനോഹരമായ പള്ളിയാണ്. അങ്ങനെ പള്ളിയുടെ പുറത്തുള്ള കാഴ്ചകളൊക്കെ നമ്മളത് കണ്ടു നിന്നിട്ട് പള്ളിയുടെ അകത്തേക്ക് കയറുന്നതിനുള്ള ശ്രമമാണ് നമ്മളിപ്പോൾ നടത്തുന്നത് കേട്ടോ. അപ്പോൾ പള്ളിയുടെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട് വാതിലിൽ കണ്ടിട്ട് ശരിക്കും പറഞ്ഞ കിളി പോയി. കാര്യം അത്രയും ഉയരത്തിലുള്ള നല്ലൊരു വാതിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫുള്ള് തേക്ക് മരത്തിൽ ചെയ്ത് നല്ല കൊത്തുപണികളൊക്കെ ഉള്ള നല്ല മനോഹരമായൊരു ഫ്രണ്ട് വാതിൽ തന്നെയാണ് ഫസ്റ്റ് നമ്മൾ കാണുന്നത്. പിന്നെ അതുപോലെ പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് കാണുന്ന ഒരു വലിയ കൊടിമരമാണ് ഈ കാണുന്നത്. നമ്മളങ്ങനെ പള്ളിയുടെ ഉള്ളിലോട്ട് കയറി കേട്ടോ. ശരിക്കും പിന്നെ പള്ളിയുടെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞറിയിക്കുന്നതിൽ അപ്പുറമായിട്ടുള്ള ഒരു സമാധാനപരമായ അന്തരീക്ഷമാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഒച്ചപ്പാടോ ബഹളമൊന്നുമില്ല, ഭയങ്കര സമാധാനമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് നമ്മൾ ഈ പള്ളിക്കകത്ത് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ 3 ഫാനാണ് കേട്ടോ. ഇപ്പോൾ ഈ ഫാൻ ഓഫ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ ഫാൻ പ്രവർത്തിക്കുന്ന സമയത്ത് ഈ ഒരു 3 ഫാന് മതി, നല്ല കാറ്റുണ്ടാവും. അതുപോലെ അതിൻ്റെ ആ റൂഫിലൊക്കെ ചെയ്തിരിക്കുന്ന തടിയുടെ പണിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതുപോലെ ഈ കാണുന്നത് പള്ളിയുടെ ഒരു വശത്തെ ചുമരാണ്. ആ ചുമരിലെല്ലാം ചെയ്തിരിക്കുന്ന തേക്കും തടിയിൽ കൊണ്ടുള്ള പണികളാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അതുപോലെ ഇവിടുത്തെ ബെഞ്ചിനൊക്കെ നല്ല രീതിയിലുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പള്ളിയുടെ 2 ചുവരിൻ്റെയും സൈഡിലായിട്ട് ഇതുപോലുള്ള കുറേ സംഭവങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പിന്നെ അതിലിങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ, അയർലൻഡ്, പോളണ്ട്, ഇങ്ങനെയൊക്കെ ഓരോ സ്ഥലങ്ങളും പിന്നെ കുറച്ച് വർഷങ്ങളൊക്കെ അതിനകത്ത് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ അതും കാണാനായിട്ട് ഭയങ്കര ഭംഗിയുണ്ട്. എല്ലാം തടിയിലാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള വേറൊരു പ്രത്യേകതയാണ് കേട്ടോ. ഒന്നും സിമെൻറ്റിലല്ല, എല്ലാം തടിയിലാണ് കൊത്തിയെടുത്തിരിക്കുന്നത്. അങ്ങനെ പള്ളിയുടെ ഒരു സൈഡിൽ കൂടെ ഞാൻ ഇങ്ങനെ ക്യാമറയും കൊണ്ട് പോയപ്പോൾ ഇവിടുത്തെ കപ്പിയരാണെന്ന് തോന്നുന്നു. പള്ളി അടയ്ക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇപ്പം 10 മണിയായി. അപ്പോൾ പള്ളിയുടെ എല്ലാ വാതിലും ജനലൊക്കെ ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫൈനലി ഞങ്ങൾ ഇതുപോലെ പള്ളിക്കകം ഒന്നും കൂടെ ഒന്ന് ക്യാമറയിലെല്ലാം ഷൂട്ട് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും പൊന്നൂസും എൻ്റെ ഭാര്യയും വൈഫിൻ്റെ അമ്മയും എല്ലാവരും ഇങ്ങനെ കയറി വരികയാണ്. ഞാൻ ക്യാമറയും കൊണ്ട് അന്നേരം ഇങ്ങനെ പുറത്തോട്ട് പോവുകയാണ് കേട്ടോ. ശരിക്കും പുറത്ത് പോയപ്പോൾ ശരിക്കും പള്ളിയുടെ ഒരു സൈഡാണ്, ഒരു സൈഡ് പോർഷനാണ് ഈ കാണുന്നത്. പള്ളിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒരു സൈഡ് പോർഷനാണ് നമ്മൾ ഈ കാണുന്നത്. അതിമനോഹരമായിട്ടുള്ള ഒരു ഏരിയയാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്, ഒരു രക്ഷയില്ല. ശരിക്കും പറഞ്ഞാൽ ആ സിമെൻറ്റിലുള്ള വർക്കുകളാണെങ്കിലും തടിയിലുള്ള വർക്കുകളാണെങ്കിലും ഒരുപോലെയാണ്. ഇപ്പോൾ ആ പള്ളി ഫുള്ളായിട്ട് അടച്ചിട്ടുണ്ട്. ഫ്രണ്ട് വാതിൽ അടച്ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ പള്ളിയുടെ പുറത്തുനിന്ന് ഇറങ്ങി വീണ്ടും പള്ളിയുടെ ഒരു മുഴുവനായിട്ടുള്ള ഒരു വീഡിയോ എടുത്ത് കേട്ടോ. വീഡിയോ എടുത്തതിന് ശേഷം നമ്മൾ നേരെ ബീച്ചിലോട്ടാണ് പോകുന്നത് കേട്ടോ. ബീച്ചിലോട്ട് പോകുമ്പോൾ പിന്നെ അറിയാമല്ലോ, ഐസ്ക്രീം, പോപ്കോൺ ഇതൊക്കെ മെയിൻ ഒരു ഘടകമാണല്ലോ. അങ്ങനെ നമ്മളെ പൊന്നൂസിന് ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുത്തു. അങ്ങനെ അടുത്ത് പോപ്കോണൊക്കെ മേടിക്കുന്ന ഒരു പരിപാടിയിലാണ് നമ്മൾ നിൽക്കുന്നത്.
അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കുടിച്ച് പോപ്കോണൊക്കെ കഴിച്ചുകൊണ്ട് നേരെ ബീച്ചിൻ്റെ സൈഡിലോട്ട് പോകണം കേട്ടോ, കടൽക്കരയിലോട്ടാണ്. അവിടെയും കുറേ ഇങ്ങനെ കച്ചവടക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം ബീച്ചിൻ്റെ കരയിലൊക്കെ നിന്ന് കേട്ടോ. പിന്നെ ബീച്ചിൻ്റെ വേറൊരു പ്രത്യേകത, ഈ സമയത്ത് കടൽ ഒരുപാട് കയറി നിൽക്കുന്നത് കാരണം നമുക്ക് കടലിലോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ കുറച്ച് നേരം കരയിലൊക്കെ നിന്ന് കടലൊക്കെ കണ്ട് പള്ളിയൊക്കെ ഒന്നും കൂടെ അവിടെ നിന്നിട്ട് ഒരു വ്യൂ പോയിന്റിൽ കണ്ട് ആസ്വദിച്ച് നിന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.